ഹലോ ഗൈസ്. അങ്ങനെ 2026 ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് ട്ടോ ഇത്. സത്യത്തിൽ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. ബട്ട് ചെയ്യാം എന്ന് കരുതി ഞാൻ. അങ്ങനെ വീട്ടീന്ന് എനിക്ക് ഇറങ്ങി കിട്ടിയാൽ മാത്രം മതി. പിന്നെ കണ്ടന്റ് വരുന്ന വഴി പോലും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ആക്ച്വലി ഇന്ന് എനിക്ക് എൻ്റെ വണ്ടിയുടെ മിററും കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കേബിളും മാറ്റാനുണ്ടായിരുന്നു, സ്പീഡോമീറ്റർ കേബിൾ. പക്ഷേ എനിക്ക് അവിടുന്ന് ആകെ മിറർ മാത്രമേ കിട്ടിയുള്ളായിരുന്നു. പിന്നെ അതും മേടിച്ച് ഞാനിങ്ങനെ പോന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മിററിൻ്റെ അൺബോക്സിംഗ് വീഡിയോയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പുതിയ സാധനങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് നോക്കുക എന്നുള്ളത്. അങ്ങനെ മിറർ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബ്രേക്ക് ടൈറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ അതിന്റെ ഇടക്ക് മീറ്റർ കേബിൾ പോയിരിക്കണേന്നൊക്കെ പറഞ്ഞപ്പോ ബായ് പറഞ്ഞു, "ഇവിടെ സാധനം സ്റ്റോക്ക് ഉണ്ട്. അത് മാറ്റിത്തരാന്ന്" പറഞ്ഞു. അങ്ങനെ അതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ട് നേരെ സീറ്റ് കവർ ഇടാമെന്ന് കരുതി. കാരണം വണ്ടിയുടെ സീറ്റിന്റെ സീറ്റിന്റെ ഇത് കണ്ടില്ലേ, കണ്ടീഷൻ കണ്ടില്ലേ നിങ്ങള്? മൊത്തം തൊളയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ സീറ്റ് കവർ അങ്ങ് മാറ്റിയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അത് ചെയ്യാനായിട്ട് പോയി. നിങ്ങള് എറണാകുളത്ത് താമസിക്കുന്നവരാണ്, കലൂര് അടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ദേ ഈ ചേട്ടന്റെ ഷോപ്പിലേക്ക് വന്നു ട്ടോ. എന്ന് പറഞ്ഞാല് കലൂര് സ്റ്റേഡിയത്തിന്റെ അവിടെ അൽത്താസയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ഒരു അറ്റത്തെത്തുമ്പോഴത്തേക്കും ഒരു വലിയൊരു വളവുണ്ട്. അവിടുന്നൊരു ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ തന്നെയാണ് ഈ ചേട്ടന്റെ ഷോപ്പ്. നല്ല കമ്പനി ആയിട്ടുള്ള ഒരു ചേട്ടനാട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്ക്രാപ്പ് യാർഡിലേക്ക് വന്ന് ആകെ 3 വണ്ടിയുടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പോലും അറിയാൻ പാടില്ല. എന്തോരം വണ്ടിയുടെ വീഡിയോ എടുത്തതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ആകെ എൻ്റെ അടുത്ത് പറഞ്ഞത് ലാൻസറും പിന്നെ CR-V പിന്നെ ഏതായിരുന്നു ഒരു സ്വിഫ്റ്റ് 3 വണ്ടി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ അയ്യോ! എനിക്ക് പോലും അറിയാൻ പാടില്ല. ഞാൻ കുറേ വണ്ടിയുടെ വീഡിയോ എടുത്തേ. ഇതാണ് നമ്മുടെ സാജൻ ഭായ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സാജൻ ഭായിനെ? അവിടുത്തെ നല്ല അത്യാവശ്യം നല്ല ഭംഗിയുള്ള ലുക്കുള്ളൊരു ഭായിയാണ് ട്ടോ ഇത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഷവർമ്മ കഴിക്കാനായിട്ടൊരു ത്വര. പിന്നെ ഒന്നും ഞാൻ വെച്ച് പൊറുപ്പിച്ചില്ല. അപ്പ തന്നെ ഞാൻ പോയി ഷവർമ്മ അങ്ങട് കഴിച്ച്. ഇത്തവണ എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ഞാൻ എടുത്തേക്കുന്ന ഏറ്റവും വലിയൊരു തീരുമാനമാണ്. എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ, തിന്നാൻ തോന്നുന്നോ, അല്ലെങ്കിൽ എന്തൊരു സാധനം വാങ്ങിക്കാൻ തോന്നുന്നോ അപ്പ തന്നെ അത് എനിക്ക് ചെയ്യണം. നാളത്തേക്ക് ഞാൻ ഇനി മാറ്റി വെക്കില്ലാന്ന് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. കാരണം ഇതിന് മുമ്പ് എനിക്ക് അങ്ങനെ കുറേ അമളികൾ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവക്കാരിയായിരുന്നു. പക്ഷെ ഞാനതങ്ങ് തീർത്തും ഒഴിവാക്കി. ഞാൻ നന്നായി ഗൈസ്. അങ്ങനെ ഷവർമ്മ Bye കുടിച്ചു. bye. ഷവർമ്മ കഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് ഒരു പൈനാപ്പിൾ ജ്യൂസും കുടിച്ച് അവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കുമാണ് ഗൈസ് എൻ്റെ കൂട്ടുകാരൻ റമീസിനെ കണ്ടത്. അവൻ എൻ്റെ ജിമ്മിലുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടാണ്. അവനെയൊക്കെ കണ്ട് കുറച്ച് നേരം സംസാരിച്ച് പിന്നെ ഞാൻ അവിടുന്ന് നേരെ വീട്ടിലേക്ക് വന്നു. എൻ്റെ അനിയത്തിനെ പിക്ക് ചെയ്തിട്ടാണ് ട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ട്ടോ.